NIOSന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ നിങ്ങൾ കുറെ നാളായിട്ട് കാത്തുകൊണ്ടിരുന്ന നിങ്ങളുടെ റിസൾട്ട് ഇതാ വന്നിട്ടുണ്ട്. ആ റിസൾട്ട് ചെക്ക് ചെയ്യുവാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിനിൽ പോയിട്ട് അവിടെ നിന്നും നിങ്ങൾക്ക് ചെക്ക് ചെയ്യുവാനുള്ള ലിങ്ക് ഉണ്ട്. അവിടെ പോയി നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് വലത്തെ സൈഡിൽ P ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാണ്. ഏതെങ്കിലും വിഷയത്തിൽ SYC എന്ന് കാണുകയാണെങ്കിൽ സബ്ജക്ട് യെറ്റ് ടു ബി ക്ലിയർഡ് എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ ആ തിയറി മാത്രമുള്ള വിഷയത്തിനാണ് SYC എന്ന് കാണുക. അപ്പോൾ ആ പരീക്ഷ നിങ്ങൾ വീണ്ടും എഴുതേണ്ടതുണ്ട്. അതുപോലെ SYCP എന്ന് കാണുകയാണെങ്കിൽ സബ്ജക്ട് യെറ്റ് ടു ബി ക്ലിയർഡ് ഇൻ തിയറി എന്നാണ് കാണുക. SYCT ആണെങ്കിൽ സബ്ജക്ട് യെറ്റ് ടു ബി ക്ലിയർഡ് ഇൻ തിയറി എന്നാണ് കാണുക. പ്രാക്ടിക്കലും തിയറിയും ഉള്ള വിഷയങ്ങൾക്ക് അങ്ങനെ സെപ്പറേറ്റ് ആണ് കാണിക്കുക. ഓക്കെ, അപ്പൊ രണ്ടിൽ തോന്നിട്ടുണ്ടെങ്കിൽ SYC എന്ന് കാണിക്കും. തിയറി മാത്രമാണെങ്കിൽ SYC എന്നാണ് കാണിക്കുക. സബ്ജക്ട് യെറ്റ് ടു ബി ക്ലിയർഡ് എന്നാണ് കാണിക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിനുണ്ട് എന്ന് കരുതുക. നിങ്ങൾ 6 വിഷയം എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ 7 എണ്ണം എഴുതിയിട്ടുണ്ട്. ഒരെണ്ണത്തിൽ അങ്ങനെയുണ്ട്. ബാക്കി 6 എണ്ണത്തിലോ 5 എണ്ണത്തിലോ നിങ്ങൾക്ക് P ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായി എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പോൾ ചില കുട്ടികൾക്ക് സംശയമുണ്ട്. ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് വൊക്കേഷണൽ കോഴ്സ് ആണ്, അതുകൊണ്ട് വൊക്കേഷണൽ കോഴ്സ് നിർബന്ധമായിട്ടും പാസ്സായാലാണ് വാലിഡിറ്റി ഉള്ളൂ എന്ന് തോന്നലുണ്ട്. അത് തെറ്റാണ്. അതുണ്ടെങ്കിൽ മാത്രമാണ് പാസ്സായി എന്നൊരു പ്രചരണം എവിടെയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഏതെങ്കിലും 5 വിഷയം നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സായ NIOSന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അത് ഒരു തർക്കവുമില്ല, സംശയവുമില്ല. പിന്നെ PSCക്ക് ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കേരള സർക്കാരിന്റെ രീതിയിലുള്ള ഹയർ സെക്കൻഡറി കോഴ്സിന്റെ രീതിയിലുള്ള ആ പാറ്റേണിലുള്ള സബ്ജക്ട് വേണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഡിഗ്രിക്ക് പോകുവാനായിട്ട് നിങ്ങൾക്ക് യാതൊരു തടസ്സവും ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഏകദേശം 1.5 മാസം പിടിക്കും. അതിനുശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരുന്നതാണ്. അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരും. അത് ഡിജി ലോക്കറിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. മിക്കവാറും ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ ഡിജി ലോക്കറിൽ അത് സാധാരണഗതിയിൽ വരാറുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ ആ കറക്റ്റ് സമയത്ത് വന്നിട്ടില്ല. എന്നാലും ഏകദേശം 3 ആഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിലൂടെയും നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന്റെ ലിങ്ക് കാണണമെങ്കിൽ എന്റെ വീഡിയോസ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും ഡിജി ലോക്കറിലൂടെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതിന്റെ വിശദമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പ്രിന്റ് എടുത്ത് വെക്കുക. ജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എക്സാമിനേഷൻ ഫീസ് അടച്ച് ഈ വരുന്ന ഒക്ടോബറിൽ നിങ്ങളുടെ പരീക്ഷയാണ്. ആ പരീക്ഷ എഴുതുവാൻ ശ്രമിക്കുക. എല്ലാവരും പാസ്സാകും, ഒരു സംശയവുമില്ല. കുറച്ച് വൈകിട്ടായാലും തോറ്റ വിദ്യാർത്ഥികൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ 4 വിഷയം ജയിച്ചിട്ടുണ്ടാകാം, 3 വിഷയം ജയിച്ചിട്ടുണ്ടാകാം. പിന്നെ ബാക്കി 2 വിഷയമല്ലേ ജയിക്കേണ്ടതുള്ളൂ. 5 വിഷയം ജയിച്ചാൽ മതിയല്ലോ. അപ്പൊ 5 വിഷയത്തിന് ജയിക്കുവാനായിട്ട് എത്ര വിഷയത്തിന്റെ പോരായ്മയുണ്ടോ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ തന്നെ ഒട്ടും വിഷമിക്കേണ്ടതില്ല. ഒരു അടുത്ത അറ്റംപ്റ്റിൽ എല്ലാവരും പാസ്സാകും. അതുകൊണ്ട് പഠിച്ച് പരീക്ഷ ഫീസ് അടച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് പരീക്ഷ എഴുതുക. ആർക്കെങ്കിലും എന്തെങ്കിലും ട്യൂഷൻ അല്ലെങ്കിൽ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ജയിച്ച വിദ്യാർത്ഥികളും തോറ്റ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള 2 വ്യത്യസ്ത വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജയിച്ച വിദ്യാർത്ഥികൾ ഇനി എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുവാനായിട്ട് ആ ലിങ്കിൽ കയറി ആ വീഡിയോ കാണുക. ഒറ്റ വിദ്യാർത്ഥികൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അറിയുവാൻ വേണ്ടിയിട്ട് ആ ലിങ്കിൽ കയറി നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപഠിക്കുക. ENLIGHT കോളേജ് 8 മാസം കൊണ്ട് +2 SSLC എല്ലാ വർഷവും 100% വിജയം. PSC UPSC അംഗീകാരം. LLB എൻട്രൻസ് കോച്ചിംഗ്, 3-year 5-year LLB പ്രവേശന പരീക്ഷാ പരിശീലനം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, BA BCom MA MCom BEd എല്ലാ കോഴ്സുകൾക്കും റെഗുലർ ശനി ഞായർ ക്ലാസുകൾ. ENLIGHT കോളേജ്, ടോംസ് പാർക്ക്, പെരുമ്പാവൂർ, കോളേജ് ജംഗ്ഷൻ, കോലഞ്ചേരി.